മീനും പാലും കൂടി കഴിച്ചാൽ വെള്ളപ്പാണ്ട് വരുമെന്നും തൈരും കോയും കൂടി കഴിച്ചാൽ വിഷാംശമാകുമെന്നും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ ആധുനിക ഡോക്ടർ പറയുന്നു ഇതിലൊന്നും ഒരു കാര്യവുമില്ല എന്ന്. എന്നുവെച്ചാൽ ഒരേ പ്ലേറ്റിൽ നമ്മൾ വിളമ്പുന്ന രണ്ട് ഭക്ഷണ പദാർത്ഥങ്ങൾ ശരീരത്തിന്റെ ഉള്ളിലെത്തുമ്പോൾ ഒരു മാരകമായിട്ടുള്ള അപകട വസ്തുവായിട്ട് മാറുന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഒരുപാട് തലമുറകളായിട്ട് നമ്മൾ കൈമാറി വരുന്ന ഈ ഭക്ഷണ രഹസ്യങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ടോ അതോ നമ്മൾ പറ്റിക്കപ്പെടുകയാണോ? ഇന്നത്തെ വീഡിയോയിലൂടെ പാരമ്പര്യമായി നമ്മൾ വിശ്വസിച്ച് വരുന്ന വിരുദ്ധാഹാര സങ്കല്പത്തിന്റെ സത്യാവസ്ഥ നമുക്ക് നോക്കാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള ഒരു വിരുദ്ധാഹാരമാണ് പാലും മീനും ഒരുമിച്ച് കഴിച്ചാൽ വെള്ളപ്പാണ്ട് വരാൻ സാധ്യതയുണ്ടെന്നുള്ളത്. ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ ലോക പ്രശസ്തമായിട്ടുള്ള ഫിഷ് ഇൻ വൈറ്റ് സോസ് എന്നൊക്കെ പറഞ്ഞ വിഭവങ്ങളുണ്ട്. അതല്ലെങ്കിൽ ബംഗാളിലും യൂറോപ്പിലൊക്കെ പല വിഭവങ്ങളിലും പാലും മീനും പ്രധാന ചേരുവകളാണ്. അവിടെയൊന്നും ഇല്ലാത്ത എന്ത് പ്രതിഭാസമാണ് കേരളത്തിൽ മാത്രമുള്ളത്? സത്യത്തിൽ വെള്ളപ്പാണ്ട് എന്ന് വെച്ചാൽ ഒരു ഓട്ടോ ഇമ്മ്യൂൺ അവസ്ഥയാണ്. നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ ശക്തിയുടെ ഒരു അസുഖമാണ്. ഇത് ഭക്ഷണത്തിലൂടെ വരുന്നതല്ല. ഇനിയിപ്പം സത്യത്തിൽ ആര് പറയുന്നതാ ശരിയെന്ന് നമുക്ക് നോക്കാം. മുമ്പ് ഞാൻ വിരുദ്ധ ആഹാരത്തെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. ചാരക സംഹിത സൂത്രസ്ഥാനയിലെ വിരുദ്ധ ആഹാരത്തെ കുറിച്ച് പറയുന്നുമുണ്ട്. ഹായ്, ഞാൻ ഡോക്ടർ ശംഷീർ. ആയുർവേദത്തിൽ ഇതിനെ വിരുദ്ധ ആഹാരമെന്ന് വിളിക്കുന്നു. കേവലം വിശ്വാസം മാത്രമല്ല, രണ്ട് വ്യത്യസ്ത സ്വഭാവമുള്ള ഭക്ഷണങ്ങൾ കൂടിച്ചേരുമ്പോൾ ശരീരത്തിലെ ദഹന പ്രക്രിയയെ ബാധിക്കാം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ പാലും മീനും. പാല് തണുത്ത വീര്യമുള്ളതും മീന് ചൂടുള്ള വീര്യമുള്ളതുമാണ്. ഇവ കൂടിച്ചേരുന്നത് രക്തത്തെയും ചർമ്മത്തെയും ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ആയുർവേദം പറയുന്നത്. ആധുനിക ശാസ്ത്രം പറയുന്നു ഫുഡ് ഇൻടോളറൻസ് അല്ലെങ്കിൽ ഗട്ട് സെൻസിറ്റിവിറ്റി എന്ന്. ഓരോ വ്യക്തിയിലും മെറ്റബോളിസം വ്യത്യസ്തകരമാണ്. ചിലരിൽ ഇത് ഈ തരത്തിലുള്ള ഭക്ഷണം ദഹനക്കേടിനും ഇൻഫ്ലമേഷനും കാരണമാകുന്നു. ഇതെല്ലാവരിലും ഉടനെ തന്നെ ഒരു അസുഖമായി കാണണമെന്നില്ല. പക്ഷേ ദീർഘകാലാടിസ്ഥാനത്തിൽ ദഹന വ്യവസ്ഥയെ തകരാറിലാക്കാം. ലോകത്തിന്റെ പല ഭാഗത്തും ഇത്തരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നുണ്ടാകാം. പക്ഷേ നമ്മുടെ നാടിൻ്റെ കാലാവസ്ഥയും ശരീരപ്രകൃതിക്കും അനുസരിച്ച് മിതത്വം പാലിക്കുന്നത് ഉചിതമാണെന്നാണ് ആയുർവേദം പറയുന്നത്. രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുന്നേക്കാൾ നല്ലതാണ് രോഗം വരാതെ നോക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യൂ. ഇത്തരത്തിലുള്ള ആയുർവേദ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.